Welcome back, everyone. We have been discussing about tools of recombinant DNA technology. We have already discussed about restriction enzyme, and in today's section, we'll be discussing about separation and isolation of DNA fragments. Now, the process of separation and isolation of DNA fragments is called as gel electrophoresis. This is the process which is being used for separation and isolation of DNA fragments. What is it? Gel electrophoresis. Now, let us try to understand this term. Gel electrophoresis. First of all, focus on electrophoresis. What is electrophoresis? You must have learned about electrophoresis in your chemistry. Electrophoresis is the migration of charged particles in or when applied with the electric field. എന്താണ്? It is the migration. Migration എന്ന് പറഞ്ഞാൽ movement. It is the migration or separation of charged particles under the influence of an electric field. Under the influence of an electric field. ഓക്കെ, അതാണ് ഇലക്ട്രോഫോറസിസ് എന്ന് വെച്ചാൽ. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ചാർജ് പാർട്ടിക്കിൾ ഉണ്ട്. ആ ചാർജ് പാർട്ടിക്കിളിനെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. മൈഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. സോ മൈഗ്രേഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് ടേക്കിംഗ് പ്ലേസ് when an electric field is applied. ഓക്കെ, അതാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ. ദെൻ ജെൽ. വാട്ട് ഡസ് ജെൽ സിഗ്നിഫൈ ഹിയർ? ഈ മൈഗ്രേഷൻ എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ നടക്കുന്ന ചാർജ് പാർട്ടിക്കിൾസ് മൈഗ്രേറ്റ് ചെയ്യുന്നു പറഞ്ഞില്ലേ, മൈഗ്രേഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് ദേ ആർ പ്രസൻറ്റ് ഇൻ എ മീഡിയം. ദോസ് ചാർജ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഇൻ എ മീഡിയം ഓർ എ മെട്രിക്സ്. ആൻഡ് ഇൻ ദിസ് കേസ് ദ മെട്രിക്സ് ഇസ് എ ജെൽ, ദ മീഡിയം ഇസ് എ ജെൽ. ജെല്ലിലൂടെയാണ് നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ മൈഗ്രേറ്റ് ആവുന്നത്. ഓക്കെ, സോ ദ മോസ്റ്റ് കോമൺ ജെൽ വിച്ച് ഇസ് യൂസ്ഡ് ഇസ് അഗാറോസ് ജെൽ. എന്താണ്? അഗാറോസ് ജെൽ. അഗാറോസ് ജെൽ ഇസ് എ പോളിസാക്കറൈഡ് ഒബ്റ്റെയിൻഡ് ഫ്രം അഗാർ എന്ന് വെച്ചാൽ അഗാറോസ് ജെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെല്ലി ഇല്ലേ, നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന അഗാറോസ് പല ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. എന്താണ്? ചൈന ഗ്രാസ്. അതിൻ്റെ വേറൊരു വെറൈറ്റി ടൈപ്പാണ് അഗാർ എന്ന് പറഞ്ഞാൽ ഒരു സീവീഡാണിത്. വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് എ സീവീഡ്. ആ സീവീഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഇതാണ്, പൗഡറാണ് അഗാറോസ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ആ അഗാറോസ് ഉണ്ടാക്കുന്ന ഒരു ജെല്ലാണ് അഗാറോസ് ജെൽ. ഒരു ജെല്ലി മീഡിയമാണിത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻ ദാറ്റ് മീഡിയം ദാറ്റ് ദി that is the charged particles move or migrate when an electric field is applied to the gel. ഓക്കെ, now ഇവിടെ നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ ഏതാണ്? ഈ ഒരു പ്രോസസ്സിൽ നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ ഏതാണ്? ദാറ്റ് ഈസ് അവർ DNA. See, നമ്മൾ here at this point we are specifically focusing on DNA, but gel electrophoresis can be used for the migration of DNA or RNA or proteins. ഇത് മൂലം ഏതിനെ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും ഐസൊലേറ്റ് ചെയ്യാനായിട്ടും ജെൽ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യാം. ബട്ട് ടുഡേ we will be discussing about the migration and separation of DNA. Now, DNA is negatively charged. We have learned this in earlier classes that DNA is negatively charged. എന്തുകൊണ്ടാണ്? The DNA backbone has phosphate groups are there. ആ phosphate ഗ്രൂപ്പിൽ ഓക്സിജൻ ഉണ്ട്, ആൻഡ് ഓക്സിജൻ ഇസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ഹെൻസ് ഓവറോൾ DNAൻ്റെ ചാർജ് നെഗറ്റീവാണ്. DNA is negatively charged. അപ്പോൾ നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ നെഗറ്റീവാണ്, വിച്ച് ഇസ് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ DNA ആണ്, which is negatively charged. Okay, now the gel that we have talking about here, the agarose gel. ആ ജെല്ലിന് ഒരു പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ട്. ഇറ്റ് ഹാസ് മെനി മൈക്രോസ്കോപ്പിക് പോർസ് ഇൻ ഇറ്റ്. ആക്ടിങ് ആസ് സീവ്. ജെൽ കണ്ടെയ്ൻസ് മൈക്രോസ്കോപ്പിക് പോർസ് ആക്ടിങ് ആസ് സീവ്. സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരിപ്പ പോലെ. ഓക്കെ, ഇപ്പം നമ്മൾ അരിപ്പയിൽ നമ്മൾ ജസ്റ്റ് വി ആർ ഫിൽറ്ററിങ് ടീ. വാട്ട് ഹാപ്പൻസ് ഇസ് ദ ടീ ലീവ്സ് ആർ ഫിൽറ്റേർഡ് ഔട്ട് ആൻഡ് ദ ടീ വാട്ടർ ആൻഡ് ദ ടീ ലീവ്സ് ദേ സെപ്പറേറ്റ് അല്ലേ? സോ അതാണ് സീവിൻ്റെ ഫങ്ഷൻ. ഇവിടെ ജെല്ലിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാർജ് പാർട്ടിക്കിൾസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കാരണം മൂവ് ചെയ്യുമ്പം ചില സ്ഥലത്ത് അങ്ങ് നിന്ന് പോവും. ദേ സ്റ്റോപ്പ് മൂവിങ് ആൻഡ് ദേ സെറ്റിൽ ഡൗൺ ഇൻ വൺ പ്ലേസ്. അതാണ് ഈ സീവിൻ്റെ ഉദ്ദേശം ഇവിടെ. Gel electrophoresis is used to separate DNA fragments on the basis of molecular weight.
ഇവിടെ DNA ഫ്രാഗ്മെൻറ്റ്സ് നമ്മൾ ഓൾറെഡി റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചിട്ട് വി ഹാവ് മെയ്ഡ് മെനി ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ദ DNA. ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുമ്പം ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദേ വിൽ ബി ഓഫ് ഡിഫറെൻറ്റ് മോളിക്കുലർ വെയ്റ്റ്. ഡിഫറെൻറ്റ് ലെങ്ത് ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുമ്പം automatically it means that they have different molecular weight. So during gel electrophoresis, these DNA fragments are separated on the basis of their molecular weight. On the basis of their molecular weight എന്ന് പറയുമ്പം ഹയർ മോളിക്കുലർ വെയിറ്റ് ഉള്ളത് ആദ്യം ഏറ്റവും മുകളിൽ അങ്ങ് നിൽക്കും, ആ ഒരു മൂവ്മെൻറ്റ് നിൽക്കും. പിന്നെ അതിനെക്കാട്ടി ചെറുതുള്ളൊരു ഒരുപാട് ചെറിയ മോളിക്കുലർ വെയിറ്റ് ഉള്ള ഫ്രാഗ്മെൻറ്റ്സ് ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഓക്കെ, സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് വിൽ കവർ longer distance than larger fragments. Larger fragments are having higher molecular weight. These are having less molecular weight. Okay, നമുക്ക് ഒരു ആ പ്രൊസീജിയർ നോക്കാം എന്താണ് എക്സാക്ട്ലി ഇവിടെ സംഭവിക്കുന്നതെന്ന്. So already in a test tube I have DNA fragments. ഇതിലേക്ക് ഒരു DNA എടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ റെസ്ട്രിക്ഷൻ എൻസൈം ആഡ് ചെയ്തു. ബിക്കോസ് ഓഫ് ദ അഡീഷൻ ഓഫ് ദ റെസ്ട്രിക്ഷൻ എൻസൈം ദ ഫ്രാഗ്മെൻറ്റ്സ് ദി DNA ഹാവ് ബീൻ കട്ട് ഇൻ ടു ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് അറ്റ് സ്പെസിഫിക് പൊസിഷൻസ് ബിക്കോസ് റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നൈസസ് ഓൺലി സ്പെസിഫിക് സീക്വൻസസ്. അപ്പോൾ ആ സ്പെസിഫിക് സീക്വൻസസ് അനുസരിച്ചിട്ട് അങ്ങനെ ചെറിയ ഫ്രാഗ്മെൻറ്റ് ചെറുതോ വലുതോ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഇവ സെപ്പറേറ്റ് ആയി. ഇനി ഞാനൊരു പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് ഈ ഫ്രാഗ്മെൻറ്റ്സിനെ സക്ക് ചെയ്തെടുക്കുന്നു. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദാറ്റ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ജെല്ല് കിടക്കുന്ന ഒരു ബോക്സാണ്. ഓക്കെ, ദിസ് ഇസ് എ ബോക്സ് ഇൻ ടു വിച്ച് ഞാൻ എൻ്റെ ജെല്ലിട്ടിരിക്കുന്നു. ജെല്ല് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു. ടെസ്റ്റ് ട്യൂബിലേക്ക് ഒരു സ്പൂണ് ഞാൻ അഗാറോസ് പൗഡർ ഇട്ടു, നല്ല ചൂടുവെള്ളം ഒഴിച്ചു, നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്കും അവർ സോൾഡിഫൈ ആവാൻ തുടങ്ങും, എന്ന് വെച്ചാൽ ജെല്ലി ലൈക്ക് ആവാൻ തുടങ്ങും. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ വാട്ട് ഐ എം ഡൂയിങ്, ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിലേക്ക് ഈ അഗറോസ് ജെൽ ആ വാട്ടറിനെ ഞാൻ ഒഴിക്കുന്നു. അപ്പോൾ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ഐ എം കീപ്പിംഗ് ദിസ് അസൈഡ് ഫോർ സം ടൈം. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഈ ഒരു ഷേപ്പിലായിട്ട് എൻ്റെ ജെല്ല് സോൾഡിഫൈ ആവും, സെമി ലിക്വിഡ് ടൈപ്പ് ആവും. ഓക്കെ, ജെല്ലായി ഫോം ആവും ഈ ഷേപ്പിൽ, ഈ റെക്ടാങ്കുലർ ഷേപ്പിൽ, ഈ ബോക്സിൻ്റെ ഷേപ്പിൽ. അങ്ങനെ ഒഴിച്ച ഉടനെ ഈ ജെല്ലിൻ്റെ മോൾ വശത്തായിട്ട് ഞാനൊരു ഒരു 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 സാധനം വെക്കും, വിച്ച് ഇസ് ലൈക്ക് ദിസ്. ഇങ്ങനെയുള്ളൊരു കോംബ് ഷേപ്പ് സ്ട്രക്ചറുള്ള സാധനം ഞാനിവിടെ കുത്തിവെക്കും. അങ്ങനെ കുത്തിവെക്കും എന്ത് സംഭവിക്കും, ഈ കുഴിഞ്ഞിരിക്കുന്ന സംഭവമല്ലേ ആ ഒരു ഏരിയയിൽ മാത്രമായിട്ട് ജെല്ലുണ്ടാവില്ല, ഒരു വെല്ല് പോലെ, ഒരു കുഴി പോലെ. ബാക്കി എല്ലായിടത്തും അതേ ഷേപ്പിൽ ജെല്ല് ഫോമായി. ഇവിടെ മാത്രം ഈ കോമ്പ് ഇങ്ങനെ നേരെ കുത്തി വെച്ചത് കാരണം ആ ഏരിയയിൽ ജെല്ലില്ല. ഓക്കെ, സോ കുറച്ച് നേരം വച്ചതിന് ശേഷം ജെല്ലൊക്കെ ഫോമായി, ഈ വെല്ലെല്ലാം ശരിക്കും ഫോമായി. ഞാൻ ആ കുത്തി വെച്ചിരിക്കുന്ന സാധനം എടുത്ത് റിമൂവ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഈ പിപ്പറ്റിൽ ഐ എം ടേക്കിംഗ് ദീസ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഈ കുഴിയിലേക്ക് ഇടാൻ പോവുകയാണ് ഇനി. ഓക്കെ, ഓരോ കുഴിയിലേക്കായിട്ട് എന്ന് വെച്ചാൽ ആദ്യം ഒരു സക്കെടുത്തു എന്നിട്ട് ഇവിടെ ഒഴിച്ചു. പിന്നെ ഐ എം അഗൈൻ ടേക്കിംഗ് ദ DNA ഫ്രാഗ്മെൻറ്റ്സ് ഐ എം പുട്ടിങ് ഇറ്റ് ടു ദ നെക്സ്റ്റ് വെൽ. ഈ ഒരു കുഴികളെ വിളിക്കുന്ന പേരാണ് വെൽസ്. ഓക്കെ, വാട്ട് ഇസ് ഇറ്റ്, വെൽസ്. സോ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഐ വെയിറ്റ് ഫോർ സം വാട്ട് ഐ ഡു ഇസ് ദിസ് ബോക്സ് ഇസ് നൗ ഫിൽഡ് വിത്ത് എ സോൾവെൻറ്റ്, എ കൈൻഡ് ഓഫ് സൊല്യൂഷൻ വിച്ച് ഈസ് കണ്ടക്റ്റിംഗ് ഇൻ നേച്ചർ. ഈ ജെല്ലിൻ്റെ മുകളിലേക്ക് ഞാനൊരു സൊല്യൂഷൻ ഒഴിക്കുകയാണ്, ലൈക്ക് NaCl വിച്ച് ഈസ് കണ്ടക്റ്റിംഗ് ഇൻ നേച്ചർ. കണ്ടക്റ്റിംഗ് എന്ന് വെച്ചാൽ വിച്ച് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഈ ബോക്സിൻ്റെ രണ്ട് അറ്റത്തായിട്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രോഡ്, പോസിറ്റീവ് ഇലക്ട്രോഡ്, കാത്തോഡ്, ആനോഡ്. ഓക്കെ, കാത്തോഡ് ആൻഡ് ആനോഡ്. കാത്തോഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡിൻ്റെ അടുത്തായിരിക്കും എൻ്റെ DNA ഫ്രാഗ്മെൻറ്റ്സ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഈ വെല്ലുള്ളത് നെഗറ്റീവ്ലി ചാർജ്ഡ് അടുത്തായിരിക്കും. സോ മൈ DNA fragments over here are negatively charged. Okay, now both the electrodes are connected to a power source. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ പ്രോസസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പവർ സോഴ്സിനെ സ്വിച്ച് ഓൺ ചെയ്യും. അപ്പം ഇലക്ട്രിസിറ്റി സ്റ്റാർട്ട്സ് ഫ്ലോയിങ്. Okay, electricity starts flowing through the medium over here, which also contains the gel. ആ ജെല്ലിനകത്ത് എന്താ ഉള്ളത്, നമ്മുടെ DNA fragments. Now, when this electricity starts flowing, the negatively charged DNA molecule will move towards the positively charged electrodes. Negatively charged
DNA particles or DNA fragments will move towards positively charged electrode. They will move towards positively charged electrodes. Okay, അങ്ങനെ സ്ലോ മൂവ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു. ഐ ആം കീപ്പിംഗ് ദിസ് aside. I am not disturbing it for some time, like half an hour, 1 hour, 2 hour, depending upon the kind of experiment I am doing. Okay, അത് കഴിഞ്ഞിട്ട് they would have separated. ഇങ്ങനെ they have been separated based on their length, based on their molecular weight. They have separated. Larger molecules stop moving earlier, whereas the shorter fragments, they move long distances because of less molecular weight. Okay, ingane separation has taken place. The DNA fragments have been separated according to their molecular weight. All right, പക്ഷേ this separation, the fact that the fragments have been separated, cannot be visible with naked eye. നമുക്ക് സ്വന്തം നമ്മുടെ നോർമൽ കണ്ണുകൊണ്ട് ഇങ്ങനെ ഈ സെപ്പറേഷൻ കാണാൻ പറ്റില്ല. For that, what has been done is, earlier when the DNA fragments were made, ഇതിലേക്ക് എഥീഡിയം ബ്രോമൈഡ് എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ആഡ് ചെയ്യും. What is it? എഥീഡിയം ബ്രോമൈഡ്. ഇറ്റ് ഇസ് റേഡിയോ ആക്റ്റീവ് ഇൻ നേച്ചർ. ഹൈലി റേഡിയോ ആക്റ്റീവ് ആണ്. നമ്മൾ ബോഡി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സ്കിന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ക്യാൻസറസ്. ഓക്കെ, സോ എഥീഡിയം ബ്രോമൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഹാസ് ബീൻ ആഡഡ് ഇൻ ടു ദീസ് ഫ്രാഗ്മെൻറ്റ്സ്, ബിക്കോസ് ഓഫ് വിച്ച് when this is observed under UV light, when this gel is observed under UV light, the fragments become very clear. Otherwise, it is invisible to naked eye. But because of presence of ethidium bromide, it becomes clearly visible under the UV light. UV ലൈറ്റിലേക്ക് കൊണ്ടുവന്ന് വന്നപ്പോൾ നമ്മൾ ഈ സ്വിച്ചൊക്കെ ഓഫ് ആക്കണം, ഇതൊക്കെ റിമൂവ് ചെയ്യണം, ജെല്ലിനെ പുറത്തെടുക്കണം. എന്നിട്ട് പോയിട്ട് ഒരു UV ചേമ്പർ ഉണ്ടാവും, ഒരു ബോക്സ് പോലത്തെ സാധനം, ഒരു UV ചേമ്പർ ഉണ്ടാവും. ആ ചേമ്പറിൻ്റെ അകത്ത് നമ്മളിത് വെക്കുന്നു. എന്നിട്ട് ഇത് പിന്നെയും ആ ചേമ്പർ ബോക്സ് പോലെ തന്നെ ക്ലോസ് ചെയ്യുന്നു, UV ലൈറ്റ് ഓൺ ചെയ്യുന്നു, നമ്മൾ വി ആർ ഒബ്സർവിങ് ഇറ്റ്. യു ഷുഡ് നോട്ട് ബി എക്സ്പോസ് ടു UV ലൈറ്റ്, ദാറ്റ് ഇസ് ഓൾസോ ക്യാൻസറസ്. ഓക്കെ, UV ലൈറ്റ് ഇസ് ഓൾസോ ക്യാൻസറസ്. അപ്പം നമ്മൾ വി ആർ നോട്ട് എക്സ്പോസിങ് അവർ സെൽസ് ടു UV ലൈറ്റ് ആൻഡ് ഓൾസോ ടു എഥിഡിയം ബ്രോമൈഡ് ടെക്നോളജീസ്. ഓക്കെ, അങ്ങനെ എക്സ്പോസ് ചെയ്യാണ്ട് ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചിട്ട്, പിപ്പറ്റൊക്കെ ഉപയോഗിച്ചിട്ട്, ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് ബോക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്, ചേമ്പർ ഉപയോഗിച്ചിട്ടൊക്കെ. സോ വി ആർ അപ്ലൈയിങ് ടെക്നോളജീസ് ടു ബയോളജി. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ബയോളജി ആയിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈമും എല്ലാം നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെയുണ്ട്. അതൊക്കെ നമ്മൾ പുറത്തെടുത്ത് നമ്മുടെ ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യുന്നു. ദിസ് ഈസ് ജെൽ ഇലക്ട്രോഫോറസിസ്. എന്താണ് സംഭവിക്കുന്നത്? ഒരു ജെൽ മീഡിയം മേഡപ്പ് ഓഫ് അഗാറോസ്. ഓക്കെ, ഇലക്ട്രോഫോറസിസ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു, ചാർജ് പാർട്ടിക്കിൾസ് മൂവ് ആവുന്നു. ഓക്കെ, അങ്ങനെ മൂവ് ആയി കഴിഞ്ഞിട്ട് UV ലൈറ്റിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പം നമ്മൾ പല ഫ്രാഗ്മെൻറ്റ്സ് കാണാൻ പറ്റുന്നു, വിച്ച് ഹാസ് ബീൻ സെപ്പറേറ്റഡ് ബേസ്ഡ് ഓൺ ദ മോളിക്കുലർ വെയ്റ്റ്. ഓക്കെ, ഇത് നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്, ദറ്റ് ഇസ് ഇത് നെഗറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് പോസിറ്റീവ് ഇലക്ട്രോഡ്, കാത്തോഡ് ആൻഡ് ആനോഡ്. ഇപ്പം ഇവിടെ ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരുന്നെങ്കിൽ അധികം മൂവ് ചെയ്യില്ലായിരുന്നു. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ വെൽസ്, ഈ കാണുന്ന വെൽസ് ഈ സൈഡിലുണ്ടാവും, ഇപ്പുറത്തുണ്ടാവും. സിൻസ് വി ആർ യൂസിങ് നെഗറ്റീവ്ലി ചാർജ്ഡ് DNA fragments, the wells are placed near the negative electrode, and the negatively charged particles, when in presence of an electric field, will start moving towards the positively charged electrodes, opposite poles. Okay, so this is gel electrophoresis, which results in separation and isolation of DNA fragments. Isolation എന്ന് പറയുമ്പോൾ പല ഫ്രാഗ്മെൻറ്റ്സ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എൻ്റെ ഡിസൈർഡ് ജീൻ ഏതാണോ അതിനെ ഞാൻ പുറത്തെടുക്കുന്നു, ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, വലിയൊരു ഓർഗാനിസിന് വലിയൊരു DNA ഉണ്ട്, അതിനെ ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സായി കട്ട് ചെയ്തതിന് ശേഷം ഇതായിരിക്കും എനിക്ക് വേണ്ടത്. അപ്പോൾ ഈ സെപ്പറേഷൻ ചെയ്തതിന് ശേഷം അതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ഓവർ ഹിയർ.